ഈ സംഘടന നടത്തിയ പോരാട്ടങ്ങളിൽ ഒരു പരിധിവരെയുള്ള കാര്യങ്ങൾ നടപ്പിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇനിയും നമുക്ക് ഈ സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, കണ്ണൂരിൽ സദാനന്ദൻ ഡിവൈഎസ്പി ഈ മേഖലയ്ക്കെതിരായി ഒരു 300 പേര് വരുന്ന ഒരു ബുക്ക് എഴുതിയ കഥ ഈ നമ്മുടെ MLA മേഖലയിലും മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. ആ ബുക്കിന്റെ അകത്ത് ഇത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മണി ചെയിൻ ആണ് എന്ന് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പുസ്തകം മാർക്കറ്റിൽ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഈ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തകർക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് തുല്യമാണ് എന്ന് ബന്ധപ്പെട്ട ആളുകളെ നമ്മളുടെ സംഘടനയ്ക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് കണ്ണൂർ നമ്മുടെ യൂണിയന്റെ സെക്രട്ടറി ആയിട്ടുള്ള NV ജയരാജൻ സഖാവിനും സഖാവ് അളവനക്കരിയും MLAയും അളവനക്കരിയും അതുപോലെ തന്നെ ഹബീബ് സഖാവും മുഖ്യമന്ത്രിയുമായി ഈ വിഷയം വളരെ വ്യക്തമായി ധരിപ്പിച്ചതിന്റെ ഭാഗമാണ് ആ പുസ്തകം ഇപ്പോൾ വെളിച്ചം കാണാതെ അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് 600 രൂപയാണ് ആ ബുക്കിന്റെ വില. ആ പുസ്തകം കേരളത്തിലുടനീളമുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റുകളിലും ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം തന്നെ എത്തി ഈ മേഖലയെ നശിപ്പിക്കാൻ ആ പുസ്തകം ഉപകരിക്കുമായിരുന്നു. അതും നമ്മുടെ CIT നേതൃത്വത്തിന്റെ സമയോചിതമായ ഇടപെടലിന്റെ ഭാഗമാണ് എന്ന് ഞാൻ ഈ വേളയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഐഡന്റി കാർഡും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വന്നതിന് ശേഷം കൃത്യമായി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ചെറിയ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇനി സംസ്ഥാന സമ്മാനം കഴിഞ്ഞാൽ നമ്മൾ സംസ്ഥാന തലത്തിൽ മെമ്പർഷിപ്പ് കമ്പ്യൂട്ടറൈസ് ചെയ്ത് ഓരോ മെമ്പർക്കും അതാത് സ്ഥലങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോം എടുക്കാൻ, അതുപോലെ തന്നെ അത് ആക്ടിവേറ്റ് ചെയ്തത് പണം സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ എടുക്കുമ്പോൾ ആ ഡൗൺലോഡ് ചെയ്തത് ആക്ടിവേറ്റ് ആവുകയും ID കാർഡ് ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന രൂപത്തിലേക്ക് ചില പ്ലാനുകൾ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ സംഘടനയുടെ ID കാർഡ് കൃത്യസമയത്ത് കൃത്യമായ ആളുകളുടെ പണ്ട് നടത്തുമ്പോൾ മെസ്സേജ് ആയി വരുന്ന രൂപത്തിലേക്ക് എല്ലാം തന്നെ കമ്പ്യൂട്ടർ ചെയ്യാൻ നമ്മൾ ആലോചിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ സംഘടനയിൽ 10,000-കണക്കിന് ആളുകൾ പുതിയൊരു കമ്മിറ്റി രൂപം കൊടുക്കാവുന്നതാണ്. പുതിയ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടായി നമ്മൾ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇനി മെമ്പർഷിപ്പ് ഒന്നതിന്റെ കീഴിലുള്ള ആളുകൾ എത്തിക്കണമെന്നില്ല. വിഷയം വന്നാൽ ഞാൻ ജില്ലാ കമ്മിറ്റി ആയതുകൊണ്ട് യൂണിയനാണ് എല്ലാ പ്രശ്നങ്ങളും തീരുമാനമാക്കിക്കൊള്ളുമെന്ന് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയിൽ പാലക്കാട് ജില്ലയിലുള്ള ആളുകളെല്ലാം വളരെ വ്യക്തമായ ഞങ്ങൾ ഇന്നലെ നിന്നും പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. ഓറിയൻസ് ഉൾപ്പെടെയുള്ള 1-2 കമ്പനികളിലല്ലാതെ കാര്യമായുള്ള മെമ്പർഷിപ്പ് പാലക്കാട് ജില്ലയിൽ നിന്നും വന്നിട്ടില്ല എന്നത് വളരെ വിഷമകരമാകുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ ഓരോ വ്യത്യസ്ത കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ ജില്ലാ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരുന്നത്. നിങ്ങളെ ആ കമ്മിറ്റിയിലേക്ക് എടുക്കുമ്പോൾ നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ കമ്പനിയിലെ നിങ്ങളുടെ ടീമിലുള്ള തൊഴിലാളികളെ ജില്ലാ കമ്മിറ്റി മെമ്പർ എന്ന ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ യൂണിയനിൽ അംഗത്വം പിടിപ്പിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ കഴിഞ്ഞ തവണ ജില്ലാ കമ്മിറ്റിയിൽ എടുത്തിരുന്നത്. പൊതു ചർച്ചയുടെ സമയമാണ്. ചർച്ചയിൽ സഖാക്കൾ പങ്കെടുക്കുന്ന ഓരോ കമ്പനിയെ പ്രതിനിധീകരിച്ച് ഓരോ വ്യക്തികൾക്ക് സംസാരിക്കാം. അതായത് നിങ്ങൾ ഒരു വ്യക്തി സംസാരിച്ച അതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് സംസാരിക്കാൻ പറ്റും. അത് ഓരോ കമ്പനിയുടെ പേരും ആ കമ്പനിയുടെ പ്രതിനിധിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുക്കുക. പിന്നെ നമ്മുടെ ഈ ഇതിനായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് എന്ത് കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. ചർച്ചയുടെ സമയമാണ്. ഓരോ വ്യക്തികളും ഇവിടെ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുക. ചർച്ചയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓരോ പ്രതിനിധികൾക്ക് നിങ്ങൾക്ക് പിന്നെ ആവർത്തന വിരസതയില്ലാതെ ഒരു വ്യക്തി ആശയത്തെക്കുറിച്ച് സംസാരിച്ച കാര്യം അതല്ലാതെ മറ്റു കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദി കൂടിയാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുക. മൈക്ക് അങ്ങോട്ട് തരാൻ പറ്റാത്ത ഓരോ വ്യക്തികളും ഇങ്ങോട്ട് കയറി വന്ന്
പേര് ജയനാരായൺ, സ്മാർട്ട് പെയിന്റ് ബിസിനസ് കമ്പനി. പൊതു ചർച്ചയാണ്. അപ്പോൾ ചർച്ചയ്ക്ക് ഒരു ആവേശം കൂടാൻ വേണ്ടി ആരും പരസ്പരം കഴിയുന്നില്ല. എല്ലാവരും കൃത്യമായിട്ട് ചർച്ച എന്താണെന്ന് കേൾക്കുക. എന്താണ് അവതരിക്കുന്ന വിഷയങ്ങൾ മാത്രം കേൾക്കാൻ മതി. അത് ഞങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടോ, അതിനുള്ള മറുപടി പറയണ്ടോ. ആരും കയറി ഒരു പ്രോത്സാഹിപ്പിക്കേണ്ട, ഇറങ്ങി പോകുന്നത് വേണ്ട. ആ രീതിയിൽ അത് ഒരു സമ്മേളനമാണ്. അതിൻ്റെ ഒരു അച്ചടക്കത്തോടുകൂടി വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാൻ വേണ്ട ഒരു അവസരം കിട്ടിയതിന്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ സ്നേഹിച്ചു എന്ന കാരണം കൊണ്ട് അതിൻ്റെ ഒരു ബെറ്റർ അവസ്ഥയെയും ഒരു ബിറ്റർ അവസ്ഥയെയും ഒരുപോലെ മനസ്സിലാക്കാൻ സാധിച്ച ഒരുപോലെയുള്ള കുടുംബനാഥന്മാരും പിന്നീട് ഈ ഹോളിലുണ്ട്. നമ്മളെല്ലാവരെയും ഒരുമിച്ച് ഒരുപോലെ ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് CITU, MOBU ഒരുപോലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞൊരു വാക്കാണ് ഇന്ന് സ്വപ്നങ്ങളെക്കാൾ അപ്പുറത്തേക്ക് യാഥാർത്ഥ്യമായിക്കൊണ്ട് ഇതുപോലെ നടക്കുന്ന പ്രോഗ്രാം ഹോളിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ MLM ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട 100% ഉത്തരവാദിത്വം ഇവിടെ നിൽക്കുന്ന MLM ഇൻഡസ്ട്രിയിൽ നിന്നും വരുമാനമാകുന്ന അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയോട് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള നമ്മളെല്ലാവരും നിൽക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും നിക്ഷിപ്തമാണ്. അതിനാദ്യമേ തന്നെ ഒരു നന്ദിയുടെ തുടങ്ങാണ്. കാരണം ഈ വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികളെയും എനിക്ക് വളരെ പേഴ്സണലി അറിയാം. ഒരവസരത്തിൽ MLM ഇൻഡസ്ട്രിയിൽ വന്നു എന്ന കാരണം കൊണ്ട് ഒരു പിറ്റർ അവസ്ഥയെ ഫേസ് ചെയ്ത് ഈ MLM ഇൻഡസ്ട്രിയിൽ മാറി നിൽക്കേണ്ട അവസ്ഥ ഇതിലിരിക്കുന്ന പല വ്യക്തികളെ പോലെ എനിക്കും വന്നിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഈ MLM ഇൻഡസ്ട്രി കേരളത്തിൽ പുനർജനിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തികളുടെ മുന്നിലേക്ക് ഇതിന്റെ ഒരു പുനർജന്മം വ്യക്തമായ ഫിൽട്ടറൈസേഷനിലൂടെ, വ്യക്തമായ പ്യൂരിഫിക്കേഷനിലൂടെ കൊണ്ടുവരാൻ CITയുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയന്റെ ഈ നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനാദ്യമേ തന്നെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി ഈ വേദിയിരിക്കുന്ന എല്ലാ സഹകരണന്മാരോടും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാനുള്ള കാരണം. പ്രസന്റ് സിറ്റുവേഷനേക്കാൾ കൂടുതൽ വളരെയധികം ഭാവിയുള്ള, വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മേഖലയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല സുഹൃത്തെ, സെൻട്രൽ ഗവൺമെന്റ് ഗൈഡൻസ് വന്നതിന് ശേഷം KPMG എന്ന് പറയുന്ന ഫേമസ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റും ഫിക്കിയും നടത്തിയ ചർച്ചയിൽ പോലും കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ രാംവിലാസ് പസ്വാൻ കൊടുത്ത റിപ്പോർട്ടിൽ പോലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി 2025 64,500 കോടി രൂപ ടേൺ ഓവർ ബ്രേക്ക് ചെയ്യുന്ന മേഖലയിലേക്ക് ഉയരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം നമുക്കറിയാം, മറ്റൊന്നുമല്ല, നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് അതിനൊരു സൊല്യൂഷൻ. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർഎംപ്ലോയ്മെന്റ്. തൊഴിലില്ലാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. തൊഴിലുണ്ട്, ശമ്പളമുണ്ട്, കിട്ടിയ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അണ്ടർഎംപ്ലോയ്മെന്റ് നിൽക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട്. ഇവർക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ ഒരുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഏതൊരു സാധാരണക്കാരനും ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി കാണിച്ചു കൊടുക്കുന്നത് സാധിച്ചിട്ടുണ്ട്. എങ്കിലും മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഇൻഡസ്ട്രിക്ക് ഏത് സമയത്തും താളുമായി ഇതിനുവേണ്ടി അഹോരാത്രം മുന്നിൽ നിൽക്കാൻ വേണ്ടി നമ്മുടെ തൊഴിലാളി യൂണിയന്റെ സഖാക്കൾ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ബിസിനസിന് കൊടുക്കുന്നു അതേ ഇമ്പോർട്ടൻസ് യൂണിയന്റെ പ്രവർത്തനം കൂടി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു ജയസാഗരം തന്നെ പാലക്കാട് കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മളെല്ലാവരും ഓരോരോ കമ്പനിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു MLM ഇൻഡസ്ട്രിയെ സ്നേഹിച്ചുള്ള കാരണം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇനി അനുഭവിക്കാതിരിക്കാൻ ഗവൺമെന്റിനായാലും അതിന് വ്യക്തമായ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായാലും MLM ഇൻഡസ്ട്രിയുടെ സ്ട്രെങ്തിനെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ദിനങ്ങളിലേക്കാണ് നമ്മൾ നിർമ്മിച്ചത്. ഈ ബിസിനസ് ഏറ്റവും വലിയ ബിസിനസ് ആണെന്നും ഇന്ന് നമ്മുടേതായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് കഴിയൂ എന്ന് ഇന്ന് ലോകം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ വരുന്ന ചില സർക്കാരും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ചില ആളുകളുടെ പോരായ്മകൾ കൊണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയെ അടച്ച് ആക്ഷേപിക്കുന്ന
മദ്യപിക്കുന്ന കഞ്ചാവ് കടത്തുന്ന ആളുകളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും ഈ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സംഘടന നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്നിവിടെ വന്നിട്ടുള്ള ആളുകളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, അല്ലേ? പക്ഷെ നമ്മൾ തൊഴിൽ ചെയ്യുന്ന ഈ മേഖലയിൽ നമ്മൾ ഏത് ചിന്താഗതിയിൽപ്പെട്ട ആളാണെങ്കിലും ഒരുമിച്ച് നിൽക്കേണ്ട ആ ഒരു കാലഘട്ടം ഇവിടെ സഖാവ് നേരത്തെ MLA പറഞ്ഞ പോലെ തന്നെ അതിക്രമിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ ജനുവരി 20 ഒരു കരിദിനം പോലെ പോലീസുകാർ ഞങ്ങളുടെ ഓഫീസിൽ കയറിയിരുന്നു. റെയ്ഡ് നടത്തിയത് ആദ്യം അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മുടെ സക്സസ് സ്റ്റോറി കണ്ടപ്പോൾ അതിൽ ഡിവൈഎസ്പിയുടെ ആർക്കൊന്നും പ്രശ്നം പറഞ്ഞിട്ട് ഇത് പണിച്ചേനാണ് അവരുടെ അറസ്റ്റ് ചെയ്യുന്ന പ്രശ്നം. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അവരെ തടഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഓഫീസിൽ അടച്ചു. ആ സമയത്ത് ഞങ്ങൾ ഓരോ മെമ്പർമാരെ ഓരോരുത്തരും കണ്ട് സംസാരിച്ച് കാർഷിക നേതാക്കളെ എല്ലാവരും കണ്ടപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഒപ്പം നിന്ന് SP ഓഫീസ് മാർച്ച് നടത്തിയിട്ട് പലതും നടത്തി. അങ്ങനെ ആ സമയത്ത് എന്റെ കുടുംബത്തിൽ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, വലിയ വലിയ ഒരു IG ആയിട്ട് കിട്ടുന്ന വ്യക്തിയുടെ വീട്ടിൽ ഞാൻ പോയി. ഇങ്ങനെയാണ് പ്രശ്നം, ഞങ്ങൾക്ക് എല്ലാ പേപ്പറുകളും ഉണ്ട്, എല്ലാം കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ തന്നെ 3 കമ്പനി കൂട്ടിച്ചിട്ടുള്ളതാണ്. കാരണം നിങ്ങളുടെ രാഷ്ട്രീയക്കാരെ കണ്ടത് പറ്റിയ കൂട്ടിക്കണമെന്ന് പോലീസ് തീരുമാനിച്ചാൽ നിൽക്കും. എന്നാ ഞാൻ ദേശീയ പറഞ്ഞു ആ കൂട്ടിക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പോലീസ് കൂട്ടിയ നെറ്റ്വർക്ക് കമ്പനി തുറക്കുന്നുണ്ടെങ്കിൽ അത് ഓഡിയൻസ് ആയിരിക്കും. ഞാൻ കാണിച്ചതാണ്. അതിന്റെ മാനേജ്മെന്റും അതിനൊപ്പം സപ്പോർട്ട് തന്ന് ശശേന്റെ സപ്പോർട്ട് കൂടി പ്രവർത്തിച്ചു. ഇതേ പോലീസുകാരൻ ചാടി തന്ന് ഇന്ത്യയിൽ ആദ്യമായി കൂട്ടിയ നെറ്റ്വർക്ക് കമ്പനി തുറന്നിട്ടുണ്ടെങ്കിൽ അത് ഓഡിയൻസ് ആണ്. എല്ലാവരും ഇവിടെ പറയാനുള്ളത്, നമ്മളെല്ലാവരും ബിസിനസ്സുകാരാണ്. ഏത് കമ്പനിയാവും 5000-6000 വെച്ച് പ്രൊഡക്ഷൻ മേടിക്കുന്ന സമയത്ത് 200 രൂപയെങ്കിലും മുടക്കിയിട്ട് നമ്മുടെ മെമ്പർഷിപ്പ് കൂടി നമ്മൾ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ ഒരു മന്ത്രിയെ ആരെ കണ്ടാൽ ചോദിക്കത്തില്ല. നമസ്കാരം, എൻ്റെ പേര് ഗണേഷ്, ഞാൻ റേഡിയോ കോളിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ലോകം മുഴുവൻ അംഗീകരിച്ച മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉപജീവനമായി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് ഒരു സംഘടന എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ബിസിനസ് നമ്മളെല്ലാവരും സത്യസന്ധമായി തന്നെ ചെയ്യുന്നുണ്ട്. അത് ഇന്ന് പല സർക്കാരിനും മനസ്സിലാകുന്നില്ല. ആ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു സംഘടന ആവശ്യമുണ്ട്. ആ സംഘടനയിലാണ് നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾ സർക്കാരിനെ അറിയിക്കാനും അതിനുവേണ്ടി മുന്നിൽ വന്ന ഈ സഹാക്കളോട് ഞാൻ നന്ദി പറയുന്നു. അടുത്ത ഒരു സമ്മേളനത്തിലേക്ക് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഇവിടെ അംഗത്വം കൊടുക്കണം, മെമ്പർഷിപ്പ് കൊടുക്കണം. ആ ഒരു കാര്യത്തിൽ ശക്തമായി സഹാക്കളെ അറിയിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്ന മെമ്പർഷിപ്പിന്റെയും ID കാർഡ് പെട്ടെന്ന് ഞങ്ങൾക്ക് അതൊന്ന് ശരിയാക്കി തരണം. അതൊരു അഭ്യർത്ഥനയാണ്. നമ്മളെല്ലാവരും ഈ സംഘടനയെ ഉയർത്തുക, നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ വരുമാനത്തെ ഉയർത്തുക. എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എൻ്റെ പേര് സന്ദീപ്. ഒരു കമ്പനിയിൽ നിന്ന് ഒരാൾക്ക് കേട്ടെങ്കിലും ഞാൻ ഈ സ്റ്റേജിൽ കയറാൻ കാരണം എന്താ വെച്ചാൽ ഇത്ര നേരം കഴിഞ്ഞ വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ എന്നെ പോലെ ഒരു യങ്സ്റ്റേഴ്സ് ഇത്ര നേരം ഈ ഒരു മേഖലയിലേക്ക് കയറി വന്നിട്ടില്ല. കാരണം ഇന്ന് എന്നെ പോലത്തെ എത്ര വ്യക്തിത്വങ്ങളാണ് ഇന്ന് ഈ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ തന്നെയായാലും ഈ പറയുന്ന എന്നെ പോലെ ഈ ഒരു യങ്സ്റ്റേഴ്സ് ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരാൻ കാരണം മെയിനായിട്ടൊരു കാരണം എന്താ വെച്ചാൽ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണം, ഒരു എക്സ്ട്രാ ഇൻകം, അങ്ങനെ പല മേഖലകളിൽ ഈ ഒരു മേഖലയിലോട്ട് പല കമ്പനികളിലും ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ പോലെയുള്ള യങ്സ്റ്റേഴ്സ് കാണുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു മേഖലയിൽ ഇതിനു മുമ്പ് ഞാൻ ഏകദേശം സ്മാർട്ട് ബൈ എന്റർപ്രൈസസ് LLP എന്ന കമ്പനിയിലോട്ട് വന്ന് ഏകദേശം കുറച്ച് മാസങ്ങളായിട്ടു. ആ കുറച്ച് മാസത്തിലുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ
തിരഞ്ഞെടുക്കുന്നൊരു എന്താണ് MLM, അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയും. കാരണം ഇതിന്റെ പവർ, ഇതിന്റെ ഈ ഒരു മേഖലയുടെ വളർച്ച എങ്ങോട്ട് പോകുന്നത് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവിടെ വരുന്നത് അറിവില്ലായ്മ. അതായത് ഈ പറഞ്ഞൊരു മേഖലയെ കുറിച്ച് ഇതിനു മുമ്പ് പല വർഷങ്ങൾക്ക് മുമ്പ് വന്ന പല നെഗറ്റീവ്സും ഇന്ന് ഏതൊരു വ്യക്തിയും ഈ ഒരു MLM-ന്റെ ഭാഗമായിട്ട് ഫീൽഡിൽ പോകുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കും. കാരണം അവയർനെസ് ഇല്ലായ്മ. ഇന്ന് ഇതൊരു ജില്ലാ സമ്മേളനത്തിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇതിനു മുമ്പ് ഇതുവരെ ഏതൊരു പോക്കറ്റ് ഏരിയയിലും ഇതേപോലത്തെ MLM, അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയി യൂണിയൻ CITO ഏതൊരു പ്രോഗ്രാം ഇതുവരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കാരണം ഇന്ന് ഏതൊരു വ്യക്തിക്കും ഇന്ന് ഈ ഒരു CITO അല്ലെങ്കിൽ MMBU ഇന്നൊരു യൂണിയന്റെ സപ്പോർട്ട് എത്ര തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് ഈ ഒരു പ്രോഗ്രാമിൽ എത്തുമ്പോൾ ഇവിടെ ഇരുന്ന ഇത്രയും കൂടിയിരിക്കുന്നവർക്ക് മാത്രമേ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ നിങ്ങളൊരു പോക്കറ്റ് ഏരിയകൾ കേന്ദ്രീകരിച്ച് ഈ ഒരു CITOയുടെ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ യങ്സ്റ്റേഴ്സും അതുപോലെ തന്നെ മറ്റ് ഇതിനെ കുറിച്ച് ബിറ്റർ എക്സ്പീരിയൻസ്, അതായത് മുമ്പില എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടായിരിക്കും അതൊരു ഈ ഒരു ഇൻഡസ്ട്രി ഏത് ലെവലിൽ പോകുന്നില്ലെങ്കിലും ഏതൊക്കെ ഈ യൂണിയന്റെ സപ്പോർട്ട് എന്താണെന്ന് അവർക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു അറിവില്ലായ്മ എന്നതിന്റെ സത്യം പറയാം. കാരണം ഞാൻ ഉൾപ്പെടെ ഇല്ല യങ്സ്റ്റേഴ്സിന്റെ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ പാരന്റ്സ് കാരണം ഈ പറയുന്ന മേഖലയെ കുറിച്ച് നമ്മൾക്കുള്ള അറിവ് നമ്മുടെ പാരന്റ്സ് ഉണ്ടാവുന്നില്ല. കാരണം എല്ലാവരും ഞങ്ങളെ യങ്സ്റ്റേഴ്സ് ഈ ഒരു മേഖലയോട് കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമുക്ക് പിടിച്ചു വരുന്ന പാരന്റ്സിന്. കാരണം പാരന്റ്സ് ഇതിനെ കുറിച്ച് അവർക്ക് അവയർനെസ് ഇല്ല. ആ ഒരു അവയർനെസ് കൊടുക്കാൻ ഇന്ന വഴിയിൽ യൂണിയന്റെ സപ്പോർട്ട് കൂടി ഓരോ പോക്കറ്റ് ഏരിയകളിലും ഇതിനെ കുറിച്ച് അവയർനെസ് പ്രോഗ്രാംസ് നടത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഈ ഒരു സദസ്സിന് തുറന്ന വന്നത് ഞാൻ ഓറിയന്റ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനിയുടെ ഒരു ചെറിയ ലീഡറാണ്. ഞാൻ ഈ രംഗത്തേക്ക് വന്നിട്ട് ഏതാണ്ട് 1.5 വർഷത്തോളായെങ്കിലും അതിന് ഇഷ്ടമാണെന്ന് നിസ്സംകോചം സമ്മതിക്കൊള്ളുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫീൽഡിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന ഫീൽഡിൽ ഏത് കമ്പനിയിൽ പ്രവർത്തിക്കുന്നവരാണ് പരസ്പരം കാണുമ്പോൾ ഞാനും ഒരു മൾട്ടി ലെവൽ മാർക്കറ്ററാണ് എന്ന് പരസ്പരം പരിചയപ്പെടുത്താനുള്ള സന്ദർഭം കാണിക്കണം. ഈ ഫീൽഡിലുള്ള ഒരാൾ മറ്റൊരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കില്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തില്ല, അല്ലെങ്കിൽ കളിയാക്കാൻ കഴിയില്ല എന്ന അനുഭവങ്ങളിൽ എനിക്ക് ഉറപ്പുണ്ട്. ഏത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അയാൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്